എന്തെന്നാ ക്ലാസ്സില്ലേ? റാഷിയെ, ആ എവിടേക്ക് അത്ര നേരത്തെ? ഒന്നുമില്ലേക്കാ, ഇന്ന് കുറച്ച് നേരത്തെ പോകണം. നിനക്ക് 2:15 പരിപാടി ഉണ്ട്. ഇല്ലക്കാ. നീ ഒന്ന് നന്നായി പഠിക്കാൻ നോക്ക്. നേരത്തെ വരണട്ടാ. ആ ആ ഇപ്പോഴും കളി മാറ്റാനായില്ല. ഏടോ ആ അറിഞ്ഞില്ലേ? എന്തറിയാൻ? നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല? എന്താണ് എന്തറിഞ്ഞില്ലേന്ന്? നമ്മുടെ ശങ്കരേട്ടന്റെ മോളും ആ ജമാലിന്റെ അനിയനില്ലേ റാഷി, അവനും കൂടി ഒളിച്ചോടി പോയി. ഏയ്, അവൻ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. ഉപ്പാടെയും ഉമ്മാടെയും ഒരു കുറവും വരുത്താതെ വളരെ നല്ല രീതിയിലാണ് ജമാൽ അവനെ വളർത്തിയത്. സത്യം എന്താണെന്ന് അറിയാതെ നമ്മളൊന്നും പറയണ്ട. എന്നാ കണ്ടോ, ഇവിടെ ചിലതൊക്കെ നടക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താ ജമാലെ, കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട്? ഇവിടെ കണ്ട് അതിന് പണി വേറെ അല്ലേ? എന്തായാലും ആ ശങ്കരേട്ടന്റെ മോളെ കൊണ്ട് നിന്റെ അനിയൻ ഒളിച്ചോടി പോയി അല്ലേ? ഒളിച്ചോടിന്നോ? ആര്? എൻ്റെ അനിയനോ? എൻ്റെ അനിയനെ പറ്റി അനാവശ്യം പറഞ്ഞ പ്രായത്തിന് മൂത്താണ് ഞാൻ നോക്കില്ല. അവൻ കോളേജിൽ നിന്ന് ടൂറ് പോയതാ. അത് നീ എന്തിനാ പൊള്ളുന്നേ? ഇത് സത്യമാണെങ്കിൽ നീയും നിന്റെ അനിയനും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കില്ല, അതോർത്തോ. അവൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയും. അല്ല പിന്നെ. തുടങ്ങിയോ? അതിരാവിലെ തുടങ്ങും ആരേലും പറ്റി പിത്തന പറയാൻ. എടോ, അവര് രണ്ടുപേരും കൂടി പല സ്ഥലത്തും കറങ്ങുന്നത് ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഇതങ്ങനെ വിടാൻ പറ്റൂല അല്ലേ? അത് ഇയാൾക്ക് വേറെന്താ പണി? ഒരു പണിയില്ല. അല്ലാതെ ഇയാളെ കൊണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നല്ല നല്ല കല്യാണങ്ങൾ എത്രയോ ഇയാൾ മുടക്കിയിരിക്കുന്നത്. നല്ല കൈ കയ്യിലുള്ള ആണുങ്ങൾ വന്നാൽ അറിയാ ഈ കല്യാണം മുടക്കല്. അത് ശരിയാ. കല്യാണം മുടക്കാനും പിത്തന പറയാനും ഒരു മടിയുമില്ല. അതിനി പൈസ മുടക്കിയിട്ടാണെങ്കിലും. ഈ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് പിരിഞ്ഞു പോകണം.
കയ്യാങ്കളിയൊന്നും വേണ്ട. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടുപേരെയും. ഓക്കെ സാർ. മനസ്സിലായില്ലേ? ശരി സാർ. ഉം. മാറടാ, നോട്ട് റോഡി വെച്ചോണോടാ നിങ്ങളുടെ കയ്യാങ്കളി. മാറടാ അങ്ങോട്ട്. മാറാനല്ല നിങ്ങളോട് പറഞ്ഞു. പോടാ. മാറടാ. വീട്ടിൽ പോടാ. നിന്നോടല്ലടാ പറഞ്ഞത് പോകാൻ. പോടാ. അങ്ങോട്ട് മാറിക്കടാ. നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഈ കൂടി നിൽക്കുന്ന ആളുകൾ സത്യം എന്താണെന്നറിയണം. മനസ്സിലായ? എന്താണ് സാറേ സത്യം? പറയാം. ശങ്കരന്റെ മോളെ കൊണ്ടുപോയത് റാഷിയല്ല. മനസ്സിലായ? എന്താ സാറേ, പിന്നെ ആരുടെ കൂടെ? റാഷിയെ ഇന്ന് കാലത്താണ് കസ്റ്റഡിയിലെടുത്തത്. അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് സത്യമറിയാൻ കഴിഞ്ഞത്. റാഷിക്ക് വണ്ടി റെന്റിന് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിലൊന്നില്ല അവൻ കുടുങ്ങി. നല്ല വില കൂടിയൊരു കാർ ഇവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവൻ അത് പണയം വെച്ചു. അവൻ നല്ലൊരു മുങ്ങൽ മുങ്ങി. കാറിന്റെ ഉടമസ്ഥന് റാഷിയെ മാത്രമേ അറിയൂ. കാറിന്റെ ഉടമക്ക് കാശ് റാഷി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ റാഷി ശരിക്കും കുടുങ്ങി. എടോ, ശങ്കരന്റെ മോൾ പോയത് അവളുടെ മുറച്ചെറുക്കന്റെ കൂടെയാണ്. അല്ലാതെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ റാഷിയുടെ കൂടെയല്ല. എടോ, ശങ്കരന്റെ മോളെ കൊണ്ട് റാഷി ഒളിച്ചോടിയെന്ന് നിങ്ങളിൽ ഒരാൾ പറഞ്ഞപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു അതിൻ്റെ പേരിൽ രണ്ട് മതക്കാർ തമ്മിൽ കൂട്ടിയടിപ്പിക്കാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ ഈ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലാൻ മുണ്ട് മടക്കി കുത്തിയിറങ്ങും ചില നാരികൾ. നമ്മുടെ എല്ലാവരുടെയും ചോരയുടെ നിറം ഒന്നാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഓക്കെ? എന്താണ് നടന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് റാഷിയും രമ്യയും ഒളിച്ചോടിയെന്ന് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വാട്സപ്പിലും മറ്റും ഈ ലോകം മുഴുവൻ അങ്ങോട്ട് എത്തി. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ഇല്ലാകഥകൾ പ്രചരിപ്പിക്കുമ്പോൾ നമുക്കുമില്ലേ അമ്മയും പെങ്ങളും? അതെ സാർ, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ നിൽക്കുന്ന ചങ്ങാതി. ഇവിടെ എന്താ സാറേ? ഇവിടെ വാടാ. അങ്ങോട്ട്. സാറേ, ഇതുപോലത്തെ കുറെ നാറികളുണ്ട് ഈ നാട്ടിൽ. അതെ, ഇല്ലാ കഥകൾ പറഞ്ഞ് കല്യാണം മുടക്കലും മറ്റുള്ളവരെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്ന ഇവൻ പറഞ്ഞ പോലെ തല്ലിക്കൊല്ലണം. നിങ്ങൾ നിയമം കയ്യിലെടുക്കണ്ട. അതിനൂടെ പോലീസുണ്ട്. ഇവന് ഞങ്ങൾക്ക് വേണം. ഇവനെ കുറച്ചു കാലം നല്ല സുഖവാസത്തിനയക്കണം. നടക്കട ഇങ്ങോട്ട്.